നമ്മുടെ മലയാളി ആരാധകർക്ക് വേണ്ടിയിട്ട് കൽക്കിയുടെ മലയാളം വീഡിയോ ആണ് ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാമയികമായിരിക്കുന്നു. ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ആ ഭഗവാനാണിപ്പോ അമ്മയുടെ ഉദരത്തിൽ. സൂപ്പറാണ് കേട്ടാ. പിന്നെ ഈ സ്ഥലം ഒക്കെ നല്ല നാളേക്ക് വേണ്ടി തീർത്ത് കളഞ്ഞാൽ നാളെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശോഭൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നൊന്നര ബോംബ് ഒറ്റ ഷോട്ട് നേരെ കോംപ്ലക്സിൽ. തിയേറ്ററിലൊക്കെ കാണുമ്പോൾ സൂപ്പറായി. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യന്മാരില്ല മാറാൻ കഴിയില്ല. നല്ലതാണ് കേട്ടോ. യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ഇത് ലാസ്റ്റ് ഒരു വാഹനം കാണിക്കുന്നുണ്ട്. ഇത് ബുദ്ധി പോലെയാണോ? ബുദ്ധി തന്നെ. ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നേ. 27th June റിലീസ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ അവർ നല്ലതായിട്ടാണ് എടുത്തേക്കുന്നത്. നാഗശ്വി നല്ലതായിട്ട് അടിപൊളിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ 600 കോടിയാണ്. അപ്പോൾ അതിൽ പകുതിയും അവർ ഗ്രാഫിക്സിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഞാനും തിയേറ്ററിൽ ഐമാക്സ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം നല്ല സൗണ്ട് എഫക്റ്റുള്ള തിയേറ്ററിൽ നമുക്ക് കാണുമ്പോഴാണ് ഇത്തരം സിനിമകൾക്ക് നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്നത്. നമ്മൾ പറയത്തില്ല, നല്ലൊരു ഗുമ്മ് കിട്ടത്തോളം. കൽക്കി എന്ന് പറഞ്ഞ സിനിമ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് തന്നെ ഈ ഹിന്ദു മിത്തോളജിയും സയൻസ് ഫിക്ഷനും കൂടി എടുത്തിട്ട് നാഗ് അശ്വിൻ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴ് എല്ലാവർക്കും കാണാനുള്ള, അതായത് ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് വരത്തക്ക രീതിയിലാണ് നാഗ് അശ്വിൻ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ലിസ്റ്റിൽ ദുൽഖറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ട്രെയിലർ പോലും ദുൽഖറിനെ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ദുൽഖറാണോ കൽക്കി? അതായത് ദീപിക പദുകോണിൻ്റെ വയറ്റിലുള്ളത് കൽക്കിയാണ്. ഈ കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അമിതാഭ് ബച്ചനാണ്. എന്നാൽ ദീപിക പദുകോണിനെ തട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുന്നത് പ്രഭാസുമാണ്. അപ്പോൾ കൽക്കി ആരായിരിക്കും? എൻ്റെ ഒരു ബലമായ സംശയം, കൽക്കിയായിട്ട് ഇനി അവതാരം എടുക്കുന്നത് ദുൽഖറാണോ? നമ്മളെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു ഫേസ് ദുൽഖർ അല്ലേ എന്നാണ് എൻ്റെ സംശയം. അപ്പം നിങ്ങൾക്കും അതുപോലെ ഒരു ഇഷ്ടം കാണുമല്ലോ, ആരായിരിക്കും കൽക്കി? അപ്പം നിങ്ങളുടെ സംശയവും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.